I will repeat the prospectus. Prospectus is the invitation to offer to subscribe for shares or debentures in the company. Prospectus is an invitation to offer to the subscribers for shares and debentures in the company. That means every public limited company to provide an invitation to the subscribers to access their shares, debentures, etc. for the company. In the case of private limited company, the prospectus is not compulsory to issue. First, we look up the meaning of the prospectus. The prospectus is a legal document. Prospectus is a legal document. It is issued by the body corporate. The prospectus is a legal document that issued by the body corporate for the purpose of invitation to the public for subscribe their shares, debentures, etc. for the purpose of raising fund. Repeat the meaning of prospectus. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 2 ടൈപ്സ് ഓഫ് കമ്പനീസാണ് മെയിനായിട്ട് വരുന്നത്. പബ്ലിക് കമ്പനീസും വരുന്നുണ്ട്, അതേപോലെ തന്നെ പ്രൈവറ്റ് കമ്പനീസും വരുന്നുണ്ട്. ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ബിസിനസ് ഫേം അല്ലെങ്കിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് അത് റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മൂലധനം അല്ലെങ്കിൽ ആസ്തി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല. ആ ടൈമിൽ പബ്ലിക് കമ്പനി മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ റണ്ണിങ്ങിന് വേണ്ടിയിട്ട് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് മണി അറേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെ സെയിൽ ചെയ്തുകൊണ്ട് മണി അറേസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നതാണ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് എല്ലാ പബ്ലിക് കമ്പനീസും മസ്റ്റായിട്ട് ഇഷ്യൂ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ഇൻ എ ഫണ്ട്, കാരണം അവരുടെ കയ്യിൽ ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്ത് കൊണ്ടുപോകാനുള്ള മണി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ കയ്യിൽ ഉണ്ടാവും. ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനിയിൽ ഒരു ബിസിനസ് സ്മൂത്തായിട്ട് കണ്ടക്ട് ചെയ്യാനുള്ള മണി അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല. ആ സിറ്റുവേഷനിൽ ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ എന്താവശ്യമാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ആവശ്യമാണ്, മണി ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മണി റേസ് ചെയ്യാനായിട്ട് പബ്ലിക് കമ്പനി ഒരു ഇൻവിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യും. ആർക്ക്? ആ കമ്പനിയുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഓർഗനൈസേഷനുള്ള ആൾക്കാർക്ക് കമ്പനി ഒരു ഇൻവിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ ബൈ ചെയ്തിട്ട് ആ ക്യാഷ് അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ ആക്സസ് ചെയ്യാനായിട്ട്, എന്നിട്ട് കമ്പനിയുടെ റണ്ണിങ് സ്മൂത്തായിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് മണി ആക്സസ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പറഞ്ഞു, പ്രൈവറ്റ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനീസ് കൺവേർട്ടഡ് ഇൻ ടു എ പബ്ലിക് കമ്പനി, ആ കേസാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കമ്പനി ഈസ് കൺവേർട്ടഡ് ഇൻ ടു പബ്ലിക് കമ്പനി, ദേ മസ്റ്റ് ഇഷ്യൂ ദ പ്രോസ്പെക്ടസ്. That means to provide an invitation to the public to subscribe their shares and debentures for the purpose of smooth running of the business. നെക്സ്റ്റ് നമുക്ക് മീനിങ് എന്താണെന്ന് നോക്കാം. പ്രോസ്പെക്ടസ് മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് എ പബ്ലിക് കമ്പനീസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ മെമ്മോറണ്ടം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനൊക്കെ പോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. ഇറ്റ്സ് ലൈക്ക് എ മെമ്മോറണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. It is a important legal document. It is issued by the body corporate. That means it is issued by the body corporate. ഒരു ബോഡി കോർപ്പറേറ്റ്, അതായത് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉള്ള ഒരു ബോഡി കോർപ്പറേറ്റ് ആയിരിക്കും നമ്മുടെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്. പ്രോസ്പെക്ടസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് എ invitation to an offer for subscription. It is a invitation to the public to subscribe their shares and debentures for the purpose of smooth running of our company. അപ്പോൾ അതാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒരു ഇൻവിറ്റേഷൻ പബ്ലിക്കിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നതാണ് പ്രോസ്പെക്ടസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പർപ്പസ് ഓഫ് റേസിംഗ് ഫണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടി പറയാം. ദ പ്രോസ്പെക്ടസ് ഈസ് എ ലീഗൽ ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് ബൈ ദ ബോഡി കോർപ്പറേറ്റ്. ഇറ്റ് മീൻസ് ദ ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ ഫോർ സബ്സ്ക്രിപ്ഷൻ ഫോർ ദ പർപ്പസ് ഓഫ് റേസിംഗ് ഫണ്ട്. ദ പ്രോസ്പെക്ടസ് ഇൻക്ലൂഡ് പ്രൊവൈഡഡ് ഇൻഫോർമേഷൻ. ദ മീൻസ് പ്രോസ്പെക്ടസിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം, എക്സെട്ര ലൈക്ക് കമ്പനി റിലേറ്റഡ് മാറ്റേഴ്സ്.
The next point is it is mandated by the law to be supplied to the prospective customers. That means it is created by law. ലോ അനുസരിച്ചായിരിക്കും ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കേണ്ടതും അതേപോലെ തന്നെ നമ്മുടെ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്, അതായത് കറക്റ്റായ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് നമ്മുടെ പ്രോസ്പെക്റ്റസ് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണം. എന്തുകൊണ്ടാണ്? കാരണം കസ്റ്റമേഴ്സ് അവരുടെ ഷെയർസ് ബൈ ചെയ്യാണ്. അപ്പോൾ കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് കമ്പനിയുടെ ആവശ്യമാണ്, അതേപോലെ തന്നെ ആ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം കൂടിയാണ്. അപ്പോൾ അതാണ് പറയുന്നത് ഇറ്റ് ഈസ് മാൻഡേറ്റഡ് ബൈ ദ ലോ ആൻഡ് ടു ബി സപ്ലൈഡ് ടു ദ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ്. അപ്പോൾ പ്രോസ്പെക്റ്റസിൽ ഉണ്ടായിരിക്കുന്ന ഡീറ്റെയിൽസൊക്കെ കസ്റ്റമേഴ്സിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളത് കമ്പനിയുടെ ഒരു ആവശ്യം കൂടിയാണ്. നെക്സ്റ്റ് വി മൂവ് ഓൺ ദ ഡെഫിനിഷൻ ഓഫ് ദ പ്രോസ്പെക്റ്റസ്. ദ ഡെഫിനിഷൻ സേസ് according to Companies Act Section 2 under Section 70 deals with the prospectus. The Section 2 subsection 17 any document described or issued as a prospectus and include any notice, circular, advertisement inviting deposit from the public or inviting offers from the public for the subscription or purchase of any shares in or debentures of the body corporate. പ്രോസ്പെക്റ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു ഒരു ഡോക്യുമെൻ്റാണ്. നമ്മളൊരു പ്രോസ്പെക്റ്റസ് ഒരു ഡോക്യുമെൻ്റായിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ടീസോ സർക്കുലറോ അഡ്വർടൈസ്മെൻറ്റോ എന്തോ ആയിട്ട് നമുക്ക് ഈ പ്രോസ്പെക്റ്റസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്യൂ ചെയ്യാം. എന്തിനാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ പ്രോസ്പെക്റ്റസ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് മീനിങ്ങിൽ പറഞ്ഞു. ടു ഇൻവൈറ്റിംഗ് ദ ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക് ഓർ ഇൻവൈറ്റിംഗ് ഓഫേഴ്സ് ഫ്രം ദ പബ്ലിക് for the purpose of subscribing or purchases of any shares or debentures in the body corporate. അതായത് ഒരു ബോഡി കോർപ്പറേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പബ്ലിക് കമ്പനിയുടെ ഷെയർസോ ഡിബഞ്ചേഴ്സോ ബൈ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് പ്രോസ്പെക്റ്റസ് ഇഷ്യൂ ചെയ്യുന്നത്. പ്രോസ്പെക്റ്റസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് നോട്ടീസായിട്ടോ സർക്കുലറായിട്ടോ അഡ്വർടൈസ്മെൻ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ഐ വിൽ റിപ്പീറ്റ് ദ ഡെഫിനിഷൻ. സെക്ഷൻ 2 സബ്സെക്ഷൻ 17 ഡീൽസ് വിത്ത് ദ പ്രോസ്പെക്റ്റസ്. ദ പ്രോസ്പെക്റ്റസ് ഈസ് എനി ഡോക്യുമെൻറ്റ് ഡിസ്ക്രൈബ്ഡ് ഓർ ഇഷ്യൂഡ് ആസ് എ പ്രോസ്പെക്റ്റസ് ആൻഡ് included any document, circular, advertisement inviting the deposit from the public or inviting offers from the public for the purpose of subscription or purchases of any shares in or debentures of a body corporate. അതായത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ബൈ ചെയ്യാനോ വേണ്ടിയിട്ട് നമ്മൾ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു നോട്ടീസോ സർക്കുലറോ അഡ്വർടൈസ്മെൻറ്റോ ഇഷ്യൂ ചെയ്യുന്നതിനെ പറയുന്നതാണ് പ്രോസ്പെക്റ്റസ് എന്ന്. നെക്സ്റ്റ് വി മൂവ് ഓൺ ദ കണ്ടൻറ്റ് ഓഫ് പ്രോസ്പെക്റ്റസ്. ഇൻ എവറി ഡോക്യുമെൻറ്റ് ദേ ഹാവ് സം മസ്റ്റ് നീഡഡ് ഇൻഫോർമേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് റെഫറൻസസ്. The first content of prospectus is the name and registered address of the company. That means കമ്പനിയുടെ നെയിമും രജിസ്റ്റേർഡ് അഡ്രസ്സും നമ്മൾ മസ്റ്റായിട്ട് പ്രോസ്പെക്റ്റസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ ഫസ്റ്റ് കണ്ടൻറ്റ് ഈസ് ദ നെയിം ആൻഡ് രജിസ്റ്റേർഡ് അഡ്രസ് ടു ദ കമ്പനി മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോസ്പെക്റ്റസ്. The second object is the main object of the company. The second objective is our second content is the main objective of the company. കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. തേർഡ് പോയിന്റിൽ പറയുന്നത് ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദ ഇഷ്യൂ. നമ്മൾ പറഞ്ഞു പ്രോസ്പെക്റ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഇൻവിറ്റേഷൻ ഓർ ഓഫറിംഗ് ലെറ്റർ ടു ദ സബ്സ്ക്രൈബേഴ്സ് ടു ആക്സസ് ദെയർ ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. സോ നമ്മൾ എന്നാണ് നമ്മുടെ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് എന്നാണ് നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, ആ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡേറ്റും നമ്മൾ എന്നാണ് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ലെറ്റർ വേണ്ടാന്ന് വിചാരിക്കുന്നത്, ദാറ്റ് മീൻസ് നമ്മുടെ ഇൻവിറ്റേഷൻ ലെറ്റർ നമ്മൾ വിഡ്രോ ചെയ്യുന്നത് എന്നാണ് ആ ഡേറ്റും കൂടി ഇതിൻ്റെ അകത്ത് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദ ഇഷ്യൂ, നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്തതും ക്ലോസ് ചെയ്തതുമായിട്ടുള്ള ഡേറ്റ് കറക്റ്റ്ലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അബൌട്ട് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് വെയർ റിസിപ്റ്റ് ഓഫ് ഇഷ്യൂസ് ആർ ടു ബി കെപ്റ്റ്.
ദാറ്റ് മീൻസ് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസീപ്റ്റും അത് ഇഷ്യൂ ചെയ്തിരിക്കുന്നതും എല്ലാം നമ്മൾ കെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എബൌട്ട് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് വേർ റെസിപ്റ്റ് ഓഫ് ഇഷ്യൂസ് ആർ ടു ബി കെപ്റ്റ്. നമ്മുടെ ഡയറക്ടേഴ്സിന് വേറെ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന റെസിപ്റ്റ് നമ്മൾ മസ്റ്റായിട്ട് കെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് കൺസെൻറ്റ് ഓഫ് ദ ഡയറക്ടർ, ഓഡിറ്റർ, ബാങ്കർ ടു ദ ഇഷ്യൂ ഓർ എക്സ്പേർട്ട് ഒപ്പീനിയൻസ്. ദ നെക്സ്റ്റ് കണ്ടൻറ്റ് ഈസ് നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെയും ഓഡിറ്റേഴ്സിൻ്റെയും ബാങ്കേഴ്സിൻ്റെയും അതേപോലെ തന്നെ നമ്മൾ ആരിൽ നിന്നാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻസൊക്കെ ആക്സസ് ചെയ്യുന്നത് അവരുടെയും കൺസെൻറ്റ് സമ്മതം നമ്മൾക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനായിട്ട് വേണം. അപ്പോൾ പ്രോസ്പെക്ടസിൽ ആരൊക്കെ കൺസെൻറ്റ് വേണം? ഡയറക്ടേഴ്സ്, ഓഡിറ്റേഴ്സ്, ബാങ്കേഴ്സ് ആൻഡ് എക്സ്പേർട്സ്. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് എ പബ്ലിക് ഓഫർ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, സെക്കൻഡ് പോയിന്റിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യുക. ടു മെൻഷൻ ദ ക്ലിയർ ഒബ്ജക്റ്റീവ് ഓഫ് ദ കമ്പനി. ദിസ് പോയിന്റ് എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് പബ്ലിക് ഓഫർ. ദാറ്റ് മീൻസ് വൈ വി ഷുഡ് ഓഫർ എ ലെറ്റർ ടു ദ പബ്ലിക്. ബട്ട് ദ പർപ്പസ് ദാറ്റ് ക്ലിയർലി മെൻഷൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് പബ്ലിക് ഓഫർ. പബ്ലിക്കിന് നമ്മൾ ഓഫർ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് ക്ലിയർലി ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. The next point is authority for the issue and details of the resolution passed for it. That means നമ്മൾ ഏത് അതോറിറ്റിയാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്, അതേപോലെ തന്നെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് തോന്നുമ്പോൾ അങ്ങനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ മീറ്റിങ്ങിലോ നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് അതിന് ശേഷം മാത്രമേ നമ്മൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുള്ളൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. സോ അതാണ് പറയുന്നത് അതോറിറ്റി ഫോർ ദ ഇഷ്യൂ ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ദ റെസൊല്യൂഷൻ പാസ്ഡ് ഫോർ ഇറ്റ്. അതായത് നമ്മുടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയതിൻ്റെ ഡീറ്റെയിൽസും കൂടി നമ്മൾ ഈ പ്രോസ്പെക്ടസിൻ്റെ കണ്ടൻറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് പ്രൊസീജിയർ ആൻഡ് ടൈം ഷെഡ്യൂൾ ഫോർ ദ അലോട്ട്മെൻറ്റ് ആൻഡ് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ്. ദാറ്റ് മീൻസ് what are the procedure for issuing the allotment or shares to the public. The procedure and time should be mentioned in the prospectus content. നമ്മുടെ പ്രൊസീജിയറും അതേപോലെ തന്നെ നമ്മൾ അലോട്ട്മെൻറ്റിന് കൊടുത്തിരിക്കുന്ന ടൈം ഷെഡ്യൂളും എത്ര മാസമാണ് അല്ലെങ്കിൽ എത്ര മന്താണ് എന്നുള്ള കാര്യം ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് നമ്പർ ഓഫ് ക്ലാസസ് ഓഫ് ഷെയർസ് ഇഫ് എനി ആൻഡ് ദ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഹോൾഡർ. ദാറ്റ് മീൻസ് അവിടെ എന്തെങ്കിലും ഷെയർസിന് ക്ലാസിഫിക്കേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ എനി നമ്പർ ഓഫ് ക്ലാസസ് ഓഫ് ഷെയർസ് മീൻസ് എനി ക്ലാസിഫിക്കേഷൻ അണ്ടർ ദ പ്രോസ്പെക്ടസ്. സോ ഇഫ് എനി, അതായത് അങ്ങനെ എന്തെങ്കിലും ക്ലാസിഫിക്കേഷൻസ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ അവരുടെ നേച്ചർ, അതായത് അതിൻ്റെ നേച്ചറും ഇൻട്രസ്റ്റും അതൊക്കെ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ദ ഡീറ്റെയിൽ ഓഫ് ദ redeemable. The next point is the details of the redeemable preference shares to be issued. If any redeemable preference shares issue ചെയ്തിട്ടുണ്ടെങ്കിൽ it should contain the details for the redeemable preference shares. എന്തെങ്കിലും redeemable preference shares ഇഷ്യൂ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ മിനിമം സബ്സ്ക്രിപ്ഷൻ. പ്രോസ്പെക്ടസിൽ നമ്മൾ കൊടുത്തിരിക്കണം മിനിമം നമ്മൾ എത്രയാണോ അതായത് കമ്പനി സബ്സ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അതും കൂടി ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദാറ്റ് ഈസ് മിനിമം സബ്സ്ക്രിപ്ഷൻ. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് വോട്ടിംഗ് റൈറ്റ് അറ്റ് ദ മീറ്റിംഗ് ഓഫ് കമ്പനി. ദാറ്റ് മീൻസ് നമ്മുടെ കമ്പനിയിൽ ഓരോ ഷെയർ ഹോൾഡേഴ്സിനും അല്ലെങ്കിൽ ഓരോ സബ്സ്ക്രൈബേഴ്സിനും എത്ര വോട്ടിംഗ് റൈറ്റ് ആണ് ഉള്ളതെന്നുള്ളത് ക്ലിയർലി മെൻഷൻ ചെയ്യുക. ദ വോട്ടിംഗ് റൈറ്റ് അറ്റ് ദ മീറ്റിംഗ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ മീറ്റിങ്ങിൽ, അത് ആനുവൽ ജനറൽ മീറ്റിങ്ങോ സ്പെഷ്യൽ മീറ്റിങ്ങോ എന്തോ ആയിക്കോട്ടെ, അതിൽ ഓരോ സബ്സ്ക്രൈബേഴ്സിനും പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന വോട്ടിംഗ് റൈറ്റ് എത്രയാണെന്നുള്ളത് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. Next point is the detail of directors and their remuneration. It's include the directors details and their remuneration.
അതും കൂടിയും ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഡീറ്റെയിൽ ഓഫ് ബോറോയിങ് പവർ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ബോറോയിങ് പവറിൻ്റെ ഡീറ്റെയിൽസ്, എത്രയാണോ കമ്പനി ബോറോയിങ് പവർ ഉള്ളത് അതിൻ്റെ ഡീറ്റെയിൽസും പ്രോസ്പെക്ടസിൽ ക്ലിയർലി മെൻഷൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ദ എമൗണ്ട് ഓഫ് പേയബിൾ ഓൺ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് ഓൺ ഈച്ച് ക്ലാസസ് ഓഫ് ഷെയർസ്. അതായത് നമ്മൾ അപ്ലിക്കേഷൻ ഷെയർസ് ആണെങ്കിലും അലോട്ട്മെൻറ്റ് ഷെയർസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ എത്ര എമൗണ്ടാണ് അതിന് വേണ്ടി പേ ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ക്ലിയർലി മെൻഷൻ ചെയ്തിരിക്കണം. ദ എമൗണ്ട് പേയബിൾ ഓൺ അപ്ലിക്കേഷൻ ഓർ അലോട്ട്മെൻറ്റ് ഓൺ ഈച്ച് ക്ലാസസ് ഓഫ് ഷെയർസ്. ഓരോ ക്ലാസസ് ഓഫ് ഷെയർസിനും നമ്മൾ അലോട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ ബേസിസിൽ എത്ര എമൗണ്ടാണ് അടച്ചിരിക്കണത് എന്നുള്ളതും പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നതാണ് റൈറ്റ് പ്രിവിലേജസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് അറ്റാച്ച്ഡ് ടു ഈച്ച് ക്ലാസസ് ഓഫ് ഷെയർസ്. ദാറ്റ് മീൻസ് എന്താണ്, നമ്മുടെ എല്ലാ ക്ലാസസ് ഓഫ് ഷെയർസ് ഇപ്പോൾ പറഞ്ഞു ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഷെയർസ് ഉണ്ട്. നമുക്ക് റിഡീമബിൾ, ഇറിഡീമബിൾ അങ്ങനെ ഒരുപാട് ക്ലാസ്സസ് ഓഫ് ഷെയർസ് ഉണ്ട്. അതിൻ്റെ റൈറ്റ്സ്, പ്രിവിലേജസ്, റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ക്ലിയർലി പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ദ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഓഡിറ്റർ, ബാങ്കർ, ബ്രോക്കേഴ്സ് എക്സിട്ര. എന്താണ് പറയുന്നത്, പ്രോസ്പെക്ടസിലെ ബാങ്കേഴ്സിൻ്റെയും അതേപോലെ തന്നെ ഓഡിറ്ററിൻ്റെ, ബ്രോക്കറിൻ്റെ ഒക്കെ നെയിമും അഡ്രസ്സും ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് പറയുന്നതാണ് പെർട്ടിക്കുലേഴ്സ് റിലേറ്റഡ് ടു ദ റിസ്ക് ഫാക്ടേഴ്സ്. അതായത് നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പെർട്ടിക്കുലേഴ്സ് ഏതാണെന്നുള്ളത് ക്ലിയർലി മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എ റിപ്പോർട്ട് ബൈ ദ ഓഡിറ്റേഴ്സ് റിഗാർഡിംഗ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഓഫ് ദ കമ്പനി. അതേപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയറിൽ നമ്മൾ കണ്ടക്ട് ചെയ്ത ഓഡിറ്റ് വർക്കിൻ്റെ ഡീറ്റെയിൽസും കൂടിയും പ്രൊവൈഡ് ചെയ്യണം. ബിക്കോസ് ഓഫ് എന്തിനാണ്, ഒരു ജെനുവിനെസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്, സബ്സ്ക്രൈബേഴ്സിനെ സാറ്റിസ്ഫൈഡ് ആക്കാനായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഓഡിറ്റേഴ്സിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓഡിറ്റേഴ്സിൻ്റെ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ക്ലിയർലി മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഒരു പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കേണ്ട കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ദീസ് ആർ ദ കണ്ടൻറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോസ്പെക്ടസ്. Next we move on the rules of the prospectus. Rules regarding the issue of prospectus. The first is the signed by every director. In case of we issue the prospectus, the every director should be signed in the document. That is the first rule. That means the signed in every director in the organization or the company. The second one is filed with the registrar for the registration. The prospectus നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. Prospectus should be registered with the help of registrar. രജിസ്ട്രാർ മുഖേന നമ്മൾ ഫയൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫയൽഡ് വിത്ത് ദ രജിസ്ട്രാർ ഫോർ രജിസ്ട്രേഷൻ. രജിസ്ട്രാർക്ക് നമ്മൾ ഇത് ഫയൽ ചെയ്യണം ഫോർ ദ പർപ്പസ് ഓഫ് രജിസ്ട്രേഷൻ. നെക്സ്റ്റ് ഈസ് ഡേറ്റിംഗ് ഓഫ് പ്രോസ്പെക്ടസ്. Prospectus is issued by or behalf of the company or relation to the intended company shall be dated, and the date shall be, unless the contrary proved, be taken as the date of publication of the prospectus. ദാറ്റ് മീൻസ് എന്താണ്, നമ്മൾ എന്നാണോ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡേറ്റ് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് പറയുന്നത്. നമ്മൾ കമ്പനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ ബിഹാഫായിട്ട് വേറെ ഏതെങ്കിലും കമ്പനിയോ ആണ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് എന്നാണ് പ്രോസ്പെക്ടസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആ ഡേറ്റ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് penalty for non-registration. If any prospectus is issued without being registered, the company shall be punishable with the fine, which shall not be less than 50,000 rupees, but which may be extended to 3 lakh rupees, and every person who is knowing a party of issuing such prospectus shall be punishable with the imprisonment for the term, which may be extended to 3 years, or which fine shall not be less than 50,000 rupees, but which may be extended to 3 lakh rupees, or which both.
ദാറ്റ് മീൻസ് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെനാലിറ്റി ഫോർ നോൺ രജിസ്ട്രേഷനിൽ പറയുന്ന നമ്മൾ രജിസ്ട്രേഷൻ്റെ ടൈമിൽ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോവുകയോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ, കാരണം നമ്മുടെ പ്രോസ്പെക്ടസ് നോക്കിയിട്ടായിരിക്കും നമ്മുടെ ഔട്ട്സൈഡേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെ ബൈ ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് ഓഫ് അങ്ങനെ എന്തെങ്കിലും നോൺ രജിസ്ട്രേഷൻ്റെ നോൺ രജിസ്റ്റർ ചെയ്യാണ്ടിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കമ്പനി പണിഷബിൾ ആയിരിക്കും. എങ്ങനെ, എന്തൊക്കെ രീതിയിൽ? ഒന്നില്ലെങ്കിൽ 50,000 റുപ്പീസോ അല്ലെങ്കിൽ 3 ലക്ഷം രൂപ വരെയും നീങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് ജയിൽ ശിക്ഷയോ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് 50,000 മുതൽ 3 lakh വരെയുള്ള പണിഷ്മെൻറ്റ് എമൗണ്ടോ അല്ലെങ്കിൽ ഇംപ്രസ്മെൻറ്റോ കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയും കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ പെനാൽറ്റി ഫോർ നോൺ രജിസ്ട്രേഷൻ ഈസ് ഡിസ്കസ്ഡ് വിത്ത് ദ സെക്ഷൻ 26 subsection 9 under the Companies Act 2013. The next rule is a copy must be company every ഫോം ഓഫ് അപ്ലിക്കേഷൻ. അതായത് നമ്മുടെ ഏത് ഫോം ഓഫ് അപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും അതിൽ മസ്റ്റായിട്ട് നമ്മളൊരു കോപ്പി അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. എ കോപ്പി മസ്റ്റ് ബി എ കമ്പനി വിത്ത് എവരി ഫോം ഫോർ അപ്ലിക്കേഷൻ. എന്തൊരു ഫോമിലാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ കോപ്പി വയ്ക്കുക എന്നുള്ളത് കമ്പൽസറിയാണ്. അപ്പോൾ ദീസ് ആർ ദ റൂൾസ് ഓഫ് പ്രോസ്പെക്ടസ്. First point is discussed, signed by every director. Second point is filed with the registrar for the registration. Third point is dating of prospectus. Fourth is penalty for non-registration. Fifth one is a company must copy attached by the prospectus. These are the rules. Next we discuss the application for registration must be included in the following documents. അതായത് നമ്മൾ ഒരു രജിസ്ട്രേഷൻ്റെ ടൈമിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ആവശ്യമുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ദ ഫസ്റ്റ് ഈസ് കൺസെൻറ്റ് ഓഫ് ദ എക്സ്പേർട്സിൻ്റെ കൺസെൻറ്റ് റിക്വയർഡ് ആണ്. ദാറ്റ് മീൻസ് എക്സ്പേർട്ടിൻ്റെ സമ്മതം റിക്വയർഡ് ആണ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് കോപ്പി ഓഫ് എവരി മെറ്റീരിയൽ കോൺട്രാക്റ്റ്. എന്ത് മെറ്റീരിയൽ കോൺട്രാക്റ്റും ആ കമ്പനിയായിട്ടുണ്ടായോ ആ മെറ്റീരിയൽ കോൺട്രാക്റ്റിൻ്റെ കോപ്പി മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റിംഗ് ടു ദ അഡ്ജസ്റ്റ്മെൻറ്റ്. എന്തെങ്കിലും റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിൻ്റെ അകത്ത് ക്ലിയർലി മെൻഷൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് റിട്ടേൺ കൺസെൻറ്റ് ഓഫ് ദ ഓഡിറ്റർ, ലീഗൽ അഡ്വൈസർ, സോളിറ്റർ, ബാങ്കർ ഓർ ബ്രോക്കേഴ്സ് ഓഫ് ദ കമ്പനി. ദ റിട്ടേൺ കൺസെൻറ്റ്, അതായത് ഓഡിറ്ററിൻ്റെ, ലീഗൽ അഡ്വൈസറിൻ്റെ, ബാങ്കേഴ്സിൻ്റെ ഒക്കെ റിട്ടേൺ കൺസെൻറ്റ് നമ്മൾ മസ്റ്റായിട്ട് കെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദീസ് ആർ ദ ഡോക്യുമെൻറ്റ്സ് ഫോർ ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ദ പ്രോസ്പെക്ടസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്? പ്രോസ്പെക്ടസ് ഈസ് എ ഇൻവിറ്റേഷൻ to an offer to the subscribers for subscribe shares and debentures for the companies. We discussed rules regarding the issue of prospectus. നമ്മുടെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ റൂൾസ് നമ്മൾ നോക്കി. അതേപോലെ തന്നെ നമ്മൾ ഒരു പ്രോസ്പെക്ടസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവേണ്ടതെന്നും കൂടി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്? ഒരു പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യണം. ബിക്കോസ് ഓഫ് എന്താണ്? പബ്ലിക് കമ്പനിയുടെ ഫണ്ടിന് ഷോർട്ടേജ് ഉണ്ടായിരിക്കും. അപ്പോൾ പബ്ലിക്കിൽ നിന്ന് ഫണ്ട് ആക്സസ് ചെയ്യാനായിട്ട് അവർ ഒരു ഇൻവിറ്റേഷൻ വയ്ക്കുകയാണ്. ഫോർ ദ പർപ്പസ് ഓഫ് ആക്സസിങ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഷെയർസൊക്കെ സെയിൽ ചെയ്തിട്ട് അതിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യുക. എന്നിട്ട് കമ്പനി നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻവിറ്റേഷൻ പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്യുന്നതിനെ പറയുന്നതാണ് പ്രോസ്പെക്ടസ് എന്ന്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മിസ് ഇത്രയും ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.